قال علي بن زيد رحمه الله تعالى അലി ഇബ്നു സെയ്ദ് റഹ്മഹുല്ലാഹു തആല പറയുകയാണ്. അലി ഇബ്നു സെയ്ദ് എന്ന് പറയുന്ന ഒരു അറിയപ്പെട്ട ഒരു പണ്ഡിതനുണ്ടായിരുന്നു താബിഈങ്ങളിൽ. അദ്ദേഹം ഷിയ ആണെന്നും റാഫിളി ആണെന്നൊക്കെ അഭിപ്രായമുള്ള ആളാണ്, ലൈഫായ ആളാണ്. ആ അലി ഇബ്നു സെയ്ദ് ആകാൻ ഒരു സാധ്യതയുമില്ല. ഇത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളും മറ്റു പലരും ഉദ്ധരിച്ച സംഭവമാണ്. ഇത് വേറെ ആരോ അലി ഇബ്നു സെയ്ദാണ്. അലി ഇബ്നു സെയ്ദ് തന്നെ എത്രയോ ഉണ്ടല്ലോ. ഇത് സുന്നിയായ അലി ഇബ്നു സെയ്ദാണ്, ഷിയാക്കളിൽപ്പെട്ട അലി ഇബ്നു സെയ്ദ് അല്ല. ചരിത്രം ലഭിക്കാത്തത് കൊണ്ട് നമ്മൾ ഒരു അലി ഇബ്നു സെയ്ദിനെ കണ്ട് നമ്മളൊരു വേറെ അലി ഇബ്നു സെയ്ദ് കേട്ടും ചെയ്ത് അപ്പൊ ഈ അലി ഇബ്നു സെയ്ദിനെ മറ്റേമക്ക് ചാമ്പണീന് അർത്ഥമില്ല. അലി ഇബ്നു സെയ്ദ് എന്നിട്ട് ഒരാൾ കഴിഞ്ഞു വെച്ചിട്ട് ലോകത്ത് വന്ന അലി ഇബ്നു സെയ്ദ് ആ കഴിഞ്ഞു പോയ ആളാണോ? അല്ലല്ലോ. നവീന ഒരാൾ മതിയല്ലോ. 28 ആളായിട്ടുണ്ടല്ലേ ഹാരിസ് ബദരീങ്ങളില്. എത്ര ആളാ? 11. പിന്നെ 28 ആളാരാ? അബ്ദുള്ള. എല്ലാവരും അബ്ദുള്ള. നവീന ഒന്ന് പറഞ്ഞാൽ പോലെ, ഒന്ന് പറഞ്ഞാൽ പോലെ. ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ഒരേ പേരിൽ എത്ര ആൾക്കാരാ ചുരുക്കാം? ഉമ്മു ജുമൈൽ എന്നത് അബൂലഹബിന്റെ ഭാര്യയായ ഉമ്മു ജുമൈലുണ്ട്. അമ്മാലത്തല്ലാത്ത നരകത്തിന്റെ ആളാണ്. സ്വഹാബത്തിൽ അറിയപ്പെട്ട ഉമ്മു ജുമൈൽ പെണ്ണുങ്ങളുണ്ട്. തമ്മാടിത്തരമുള്ള പെണ്ണാണോ ഈ സഹാബിയായ ഉമ്മു ജുമൈൽ? അല്ലല്ലോ. അപ്പോ ഒരേ പേര് ഒരുപോലുള്ള എത്രയോ കാണും. ഈ കൂട്ടത്തിൽ തന്നെ കുറെ മുഹമ്മദ് ഉണ്ടാവും, ഒക്കെ ഒന്നല്ല. എന്ന പോലെ അലി ഇബ്നു സെയ്ദ് എന്ന് പറയുന്ന ഒരു മഹാൻ പറയുന്നു. ആ മഹാനെ സംബന്ധിച്ച് വ്യക്തമായോ അല്ലെങ്കിൽ മൊത്തത്തിലോ മഖ്ദൂം തങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾക്കറിയില്ല എന്നാണ്. നമ്മൾ ആരാന്ന് ചാമ്പരുത്. അതാ ഷിയാക്കളിൽപ്പെട്ട അലി ഇബ്നു സെയ്ദ് ആണെന്ന് പറയരുത്. അത് വലിയ തെറ്റല്ലേ? ഇന്നാള് എന്തോ ഒരു വിഷയം ഞങ്ങളുടെ നാട്ടില് ഒരു വഹാബി ഉദ്ധരിച്ചപ്പോ അയാള് തെളിവ് പറഞ്ഞു. പുസ്തകം വായിച്ചിട്ട് തെളിവ് പറഞ്ഞത് AP അബൂബക്കർ മുസ്ലിയാർ എന്നാണ് തെളിവ് പറഞ്ഞത്. AP ഉസ്താദിന്റെ തലമക്കാണ് ഇട്ടത്. യഥാർത്ഥത്തിൽ AP അബൂബക്കർ മുസ്ലിയാർ ചാലിയാണ്. AP അബൂബക്കർ മുസ്ലിയാർ ചാലിയമാണ്. അത് വായിക്കാതെ വെറും AP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരാണെന്ന് തന്നെയാണ് ഉസ്താദിന് മേത്ത് കിട്ടും. രണ്ടാളും മേത്ത് കിട്ടാലും നമുക്ക് വേദന തന്നെയാണ്. അതല്ല ഞാൻ പറഞ്ഞത്. ഉസ്താദ് എഴുതിയ പുസ്തകം അല്ലത്. അത് ആരെഴുതിയ പുസ്തകം? ഔക്കുലേർ എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകം മോശമാണെന്നോ എന്നല്ല ഈ പറഞ്ഞു കേട്ടോ. ഞാൻ പറയുന്നത് രണ്ട് AP രണ്ടാളാണ്. പക്ഷെ AP അബൂബക്കർ മുസ്ലിയാർ. ഈ AP ആരാണ്? ഇത് ദർശനമൊന്നും നടത്താത്ത ഗൾഫിലുണ്ടായിരുന്ന AP എന്ന് പറഞ്ഞാൽ പറ്റുമോ? ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള AP ഉസ്താദ് അങ്ങനെയാണോ? അല്ലല്ലോ. നല്ല മനുഷ്യനായിരുന്നു ചാലി അബൂബക്കർ. നല്ല മനുഷ്യനായിരുന്നു, ആലിമായിരുന്നു, നല്ലൊരു ചിട്ടക്കാരനായിരുന്നു. അത് വേറെ. പക്ഷെ രണ്ടാളല്ലേ പറച്ചില്. രണ്ടും AP അബൂബക്കർ മുസ്ലിയാർ. എന്നിട്ട് ഈ ലേഖനം എഴുതിയത് AP അബൂബക്കർ മുസ്ലിയാരാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ നേതാവാണ് എഴുതിയെന്ന് തന്നെയാണ്ട് ഇതനുണ്ടാക്കി. നമ്മളെ നാട്ടിൽ നിന്ന് പ്രസംഗിച്ച് ഞാൻ കേട്ടത്. അങ്ങനെ ഓരോ കളി. അതേപോലെ തന്നെ മഞ്ചേരി ടൗൺ പള്ളിയിൽ ഖുതുബ പരിഭാഷ ചെയ്യും. എന്ത് പരിഭാഷയെന്ന് എനിക്കറിയില്ല, ഞാൻ പോയിട്ടില്ല അവിടെ. കാരണം നമ്മൾ പരിഭാഷ ഉണ്ടോ നോക്കാൻ പോയാൽ നമ്മൾ ഇമേ പോകില്ലേ? പരിഭാഷ ചെയ്യണം. പള്ളിയിൽ പോയാൽ ജുമാ നിസ്കരിക്കാൻ പാടില്ല, ളുഹർ നിസ്കരിച്ച് പോകാറുണ്ട്.
വേറെ പള്ളി കിട്ടൂലെങ്കിൽ എന്നാലും വിദ്യാർത്ഥിന്റെ ജുമാക്ക് പങ്കെടുക്കരുത്. ഇമാമ് മുബ്തദിയാണെങ്കിൽ പുത്തനാശയക്കാരനാണെങ്കിൽ ജുമാ നഷ്ടപ്പെടുന്നതിൽ ഉദുറാണ് എന്ന് ബിഗയയിൽ പറഞ്ഞിട്ടുണ്ട്. ജുമാ നഷ്ടപ്പെടുന്നതിൽ ഉദുറുള്ള കോലങ്ങളിൽപ്പെട്ടാണ് ഏത് ഇമാമ് മുബ്തദിയാവല്. പരിഭാഷയിലും മുബ്തദിയല്ലേ, ആ പണ്ഡിതനായതുകൊണ്ടായില്ല. അപ്പോ ഒരു മാമൂലിയരുണ്ട്. ഓക്കെ ഷെയ്ഖുന ഓക്കെ ഉസ്താദിന്റെ ഉസ്താദാണ് മഞ്ചേരി മാമൂലിയര്. മൂപ്പരാണ് കുത്തുപരിഭാഷപ്പെടുത്തിയത്. മൂപ്പര് ഔലിയാക്കളിൽപ്പെട്ട ആളാണ് എന്നതിൽ തർക്കമില്ല. ആ മൂപ്പര് കുത്തുപരിഭാഷപ്പെടുത്തി നാട്ടിലാകെ പ്രചരണമുള്ളത്. അപ്പൊ യഥാർത്ഥത്തില് ഖത്തീബായ മാമൂലിയര് മഞ്ചേരി മാമൂലിയര് വേറെയും ഓക്കെ ഉസ്താദിന്റെ ഉസ്താദായ മാമൂലിയര് വേറെയാണ്. രണ്ട് മാമൂലിയരാണ്. രണ്ടാളെ കബറും ആ കബർസ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു. പ്രചാരം എങ്ങനെ ഓക്കസാന്റെ ഉസ്താദായ മാമൂലിയര് കുത്തുപരിഭാഷപ്പെടുത്തിയിരിക്കണം ആ പ്രചാരം. എന്നാ ഓക്കസാന്റെ ഉസ്താദായ മാമൂലിയരല്ല, രണ്ടാളും മഞ്ചേരി മാമൂലിയർ തന്നെയാണ്. ആരാ അത് വേറൊരു ഖത്തീബ് മാമൂലിയരുണ്ട്, അയാൾ പരിഭാഷപ്പെടുത്തിയതാണ്. ഓക്കസാന്റെ ഉസ്താദ് അങ്ങനെ ഓക്കസാന്റെ ഉസ്താദ് മാമൂലിയരുണ്ട്, അത് അവിടെ ഖബറുണ്ട്. നിങ്ങൾ ദിയാറത്തിനായില്ലേ അല്ലേ? അല്ല ഇവര് പോയിന്നല്ലോ. നിങ്ങൾ കഴിക്കണില്ലേ? രണ്ട് മാമൂലിയരുണ്ട് അവിടെ. കുത്തുപരിഭാഷപ്പെടുത്തിയ മാമൂലിയർ ഖത്തീബ് മാമൂലിയരാണ്, മറ്റേത് ഓക്കസാൻ ഉസ്താദാണ്. മനസ്സിലായില്ലേ? ഇത് ഇസ്മായിൽ ഉസ്താദ് ആ നാട്ടുകാരനാണല്ലോ, മൂപ്പര് വ്യക്തമായി പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഒരാളെ പേര് കേൾക്കുമ്പോത്തിന് ആണ്ട് ചാമ്പരുത്. ഇതിപ്പോ എവിടേക്ക് ചാമ്പാണ് ചിലവര് ഷിയാക്കളിൽപ്പെട്ടത്. ജയ്ദുബിന് സാബിത്ത, ജയ്ദുബിന് അലീബിന് ജയ്ദാണ്. ലംഘത്തിന് അലി എന്ന് കേൾക്കുമ്പോത്തിന് ഷിയ എന്ന് ഓർമ്മ വരുന്നവരുണ്ട്, ജയ്ദ് എന്ന് കേൾക്കുമ്പോത്തിന് ഷിയ എന്ന് ഓർമ്മ വരുന്നുണ്ട്. ആ സോക്കടൊക്കെ നമ്മൾ മാറ്റണം, ആ സോക്കടൊക്കെ നമ്മൾ നിർത്തിയേക്കണം. അലി എന്ന് പറയുമ്പോത്തിന് ഷിയ അല്ല, ജയ്ദ് എന്ന് പറയുമ്പോത്തിന് ഷിയ അല്ല. ജയ്ദ് എന്ന് പറഞ്ഞിട്ട് ഒരു നേതാവായ വലിയ സയ്യിദ് കഴിഞ്ഞു പോയിട്ടുണ്ട്, ഒരു മദ്ഹബിന്റെ ഇമാമാണ്. ഇവര് ത്വരീക്ക് ഫിഖ്ഹിൽ തെറ്റില്ലാത്ത ത്വരീക്കാണെന്ന് പറഞ്ഞവര് വരെ ഉണ്ട്. ഷിയാക്കളുടെ നേതാവായി അവർ പറയുന്നവരാണ് സെയ്ദ് അലി തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു അലി തങ്ങൾ ഉത്തരവാദിയാണോ? അല്ലല്ലോ. അപ്പൊ ഇതങ്ങനെയല്ല, ഇത് റഹ്മത്തുള്ളാഹി ചൊല്ലി ദ്വാരക്കാൻ പറ്റിയ അലീബിന് സെയ്ദാണ്. അലീബിന് സെയ്ദ് റഹ്മത്തുള്ളാഹി തആല എന്ന് കൂടിയില്ലേ? മൂപ്പര് പറയാണ്, എന്താ പറഞ്ഞത്? കാന ഇലാ ജാനിബി, കാന ഉണ്ടായിരുന്നു, ഇലാ ജാനിബി എന്റെ വീട്ടിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടുണ്ടായിരുന്നു, റജുലുൻ ദിമ്മിയൻ, ഇസ്ലാം മത നിയമത്തിന് വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു നല്ല മനുഷ്യനാണ്, അമുസ്ലിമാണ്. പക്ഷെ ഇസ്ലാം രാഷ്ട്രത്തില് അപ്പം കൊടുത്തു അപ്പം ജീവിക്കുന്ന ഒരു ആളുണ്ടായിരുന്നു. മുസ്ലിമല്ല, ദിമ്മിയാണ്. ഇസ്ലാം രാഷ്ട്രത്തിൽ മുസ്ലിങ്ങളൊക്കെ തള്ളി പറയുന്ന കോലൊന്നും ഇസ്ലാം രാഷ്ട്രത്തിനില്ല. ഇസ്ലാം രാഷ്ട്രത്തില് മുസ്തഗ്മന് എന്ന് പറയുന്ന മുസ്ലിമിന് താമസിക്കാവുന്നതാണ്. അതേപോലെ തന്നെ പിന്നെ മുആഹദി എന്ന മുസ്ലിമിന് താമസിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ദിമ്മി എന്ന മുസ്ലിമിനും താമസിക്കാവുന്നതാണ്. ഖൈബർ ഭാഗത്തൊക്കെ അധികവും ദിമ്മിയായ യഹൂദികളായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്കൊക്കെ എല്ലാ ആനുകൂല്യങ്ങളും ഗവൺമെന്റ് കൊടുത്തിരുന്നു, ഇസ്ലാം ഗവൺമെന്റ് കൊടുത്തിരുന്നു. അങ്ങനെ തള്ളി ഒഴിവാക്കുന്ന സ്വഭാവമൊന്നും ഇസ്ലാമിലില്ല. അതിന്റെ ബാബന് അതിനെപ്പറ്റി അധ്യായങ്ങൾ തന്നെ ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാനയില ജാനിബി, അവർക്ക് എല്ലാ സംരക്ഷണവും അവർ ഇസ്ലാം കൊടുക്കും കേട്ടോ. അപ്പൊ എന്റെ അയൽവക്കത്ത് എന്റെ വീടിനോട് ചാരി ഉണ്ടായിരുന്നു, അതിലേക്ക് ചേർന്നുകൊണ്ടുണ്ടായിരുന്നു. എന്റെ വീടിലേക്ക് മുത്തവജ്ജിഹായിട്ടുണ്ടായിരുന്നു, അടുത്തായിട്ടുണ്ടായിരുന്നു. റജുലുൻ ദിമ്മിയൻ, ഇലാ ജാനിബി പറഞ്ഞുകൊണ്ട് അങ്ങനെ ആക്കണം. ഫീ ജാനിബി എന്ന് വേറെ, ഇലാ ജാനിബി എന്ന് വേറെ. എന്റെ വീടിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട്, അപ്പൊ അത്രയും അടുത്താണെന്ന് അർത്ഥം. അടുത്തെങ്ങനെ ഉണ്ടായിരുന്നു.
റജുലുൻ ദിമ്മിയൻ, ഒരു ദിമ്മിയായ മുസ്ലിം, ഇസ്ലാം മതത്തിൽ മുസ്ലിം അല്ലതാനും പിന്നെ ഇസ്ലാമിൽ കപ്പം കൊടുത്ത് ജീവിക്കുന്ന ആള്. നമ്മളിപ്പോ ഇന്ത്യ രാജ്യത്ത് കൊടുക്കണില്ല, നികുതി കൊടുക്കണില്ലേ അല്ലേ? എന്നമാതിരി നികുതി കൊടുത്ത് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് ഇസ്ലാം എല്ലാ സംരക്ഷണവും കൊടുക്കും, സൗകര്യങ്ങളൊക്കെ കൊടുക്കും. കുന്തു ഞാനായിരുന്നു, പതിവായിരുന്നു എന്ന അർത്ഥം കുന്തു എന്നതിനുണ്ട് എന്നാണ് എല്ലാരും ഇത്തിഫാഖ്. പക്ഷെ നിർബന്ധമില്ല എന്നാണ് ഷാഫി മദ്ഹബ്, നിർബന്ധമാണെന്നാണ് അബു ഹനീഫ തങ്ങളെ മദ്ഹബ്. പതിവായിരുന്നു എന്ന അർത്ഥം നിർബന്ധമാണ് എന്നാണ് അബു ഹനീഫ തങ്ങൾ. ഉപയോഗത്തിൽ ഏതായാലും അത് പതിവായിരുന്നു എന്ന അർത്ഥം കിട്ടും, ഉപയോഗത്തിൽ അങ്ങനെ ഉണ്ട്. അറബി ഭാഷയിൽ അതില്ല എന്നാണ് ഷാഫി മദ്ഹബ്. അപ്പൊ കാന കൊണ്ടൊരു വാക്ക് വന്നാല് നിർബന്ധമായും അങ്ങനെയാണ്, എപ്പോഴും അങ്ങനെയാണെന്ന് കിട്ടൂല, അങ്ങനെ കിട്ടലാണ് പതിവ് എന്ന് മാത്രം. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യശ്റബു മാ സംസം ഖായിമൻ എന്നവരായ നിലക്ക് സാധാരണ സംസം വെള്ളം കുടിക്കുമായിരുന്നു എന്നാണ് ആരുമാനൊക്കെ ഹനഫികളുമാനൊക്കെ. നമ്മൾ അതല്ല, അത് സാധാരണ എന്നതിന്റെ മേൽ നസ്സല്ല, സാധാരണയിൽ ഉള്ളതിനാണ് സാധാരണ പറച്ചിലുള്ളതെന്ന് മാത്രം, എന്നല്ലാണ്ട് എന്തിലും ഉറപ്പല്ല. ദവാമില് നിത്യമാണ് എന്നതിൽ നസ്സല്ല, വ്യക്തമല്ല. അപ്പോ എന്ത് കിട്ടും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് കുടിക്കാൻ വേണ്ടി കൽപ്പിച്ചതിനെതിരായി എന്ന് പറയാൻ പറ്റുകയില്ല. ആ ഒരു സന്ദർഭത്തിൽ മാത്രം സംഭവിച്ച ഒരു സംഗതിയാണെന്നാണ് ഷാഫി മദ്ഹബ്. കുന്തു ഞാനായിരുന്നു, പതിവായി ആയിരുന്നു എന്ന് വെക്കണ്ട, ഞാനായി. ഫീ ഷഹരി റബീഉൽ അവ്വലി, റബീഉൽ അവ്വലിൽ ഞാനായി. അദുൽ ഫുഖറാ, ഞാൻ ഫഖീറന്മാരൊക്കെ ക്ഷണിച്ച്, ഫഖീറന്മാരെ പാവങ്ങളെയൊക്കെ ക്ഷണിക്കും. എന്നിട്ട് വാമലു, അങ്ങനെ ഞാൻ ഉണ്ടാക്കും. ഒരു മൗലിദ് ഉണ്ടാക്കും, ഒരു മൗലിദ് കഴിക്കും. അമലു ഞാൻ കഴിക്കും, മൗലിദ് കഴിക്കും. ഒരു വിഷയം കഴിച്ച് നടത്തുകയെന്നറിയലും തിന്നുകയെന്നറിയലും വ്യത്യാസമുണ്ട്. മൗലിദിനെ തിന്നലാ, കഴിക്കല്. അങ്ങനെ വഹാബികൾ പറഞ്ഞു മൗലിദ് കഴിക്കലാണ്, മൗലിദ് എങ്ങനെ തിന്നല്, സുന്നത്ത് കഴിക്കല് എന്നൊക്കെ പറഞ്ഞു. അവർക്ക് തിന്നല, എന്ത് മൗലവിയാന്നാവും. അത് മേടിച്ചിട്ട് സുന്നത്ത് കഴിക്കാതെ ഇരുന്ന് കൊണ്ടാന്നാവും തിന്നൂച്ചിട്ട്. കഴിക്കുക എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കുക, ചെയ്യുക എന്ന മാനക്കാണ്, ചെയ്യുക എന്നുള്ള മാനക്കാണ്. കഴിക്കുക എന്ന്, ഭക്ഷണം കഴിക്കലിനും എന്ത് ചെയ്യും പറയുന്നുള്ളൂ. ഇത് ഭക്ഷണം കഴിക്കുന്ന ഓർമ്മ മാത്രമല്ല, എല്ലാ കഴിക്കലും എന്തായി ഭക്ഷണം കഴിക്കണമായില്ലേ, എന്തോ ഒരു കഷ്ടം. വാമലു ഞാൻ നടത്തുമായിരുന്നു, മൗലിദൻ ഒരു മൗലിദ് നടത്തുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള മൗലിദ്, മഹാന്മാർക്കുള്ള മൗലിദ് ഉണ്ടല്ലോ, നടത്തുമായിരുന്നു. ഫഖാല ലി ദാലിക ദിമ്മിയു, അപ്പോൾ എൻ്റെ അയൽവാസിയായ ദിമ്മി എന്നോട് ചോദിച്ചു, ലിമ തഫ്അലു ഫി ഹാദ ശഹരി, ഈ മാസത്തിൽ എന്താ നീ ചെയ്യണേ? ദൂനോയിരി മറ്റു മാസങ്ങളിലൊന്നും കൂടാതെ, അങ്ങനെ എല്ലാ മാസം ചെയ്യാണെങ്കിൽ തിരക്കില്ല, ഈ മാസത്തിനായിട്ട് എന്താ ചെയ്യുന്നത്? റബീഉൽ അവ്വലാണ് ഉപരി ചെയ്യണത്. അപ്പൊ ഈ മാസത്തിനാണ് എന്താ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു. സാധാരണ ചെയ്യാണെങ്കിൽ ചോദിക്കാം, അങ്ങനെ ചോദിക്കോ? ഉപരി സാധാ എല്ലാ കൊല്ലം ചെയ്യണമെങ്കിൽ അത് ചോദിക്കോ? ഇല്ല. അപ്പൊ നേരത്തെ കുന്തു ഇപ്പൊ എന്തായി? ആദ്യത്തെ വട്ടാണെന്നായില്ലേ അല്ലേ? ഉറപ്പൊന്നുമല്ല, എന്നാലും ഒരു നിഷ്പക്ഷവാദിയുടെ മുമ്പിൽ അങ്ങനെ പറയാൻ കഴിയും. ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, ഫർഹം ബി മൗലിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ചതിന് വേണ്ടിയാണ്, അതുകൊണ്ട് ചെയ്യാണെന്ന് പറഞ്ഞു. ലിഅന്നഹു കാന, നബി തങ്ങൾ ഉലിദ ഫി ഹാദ ശഹരി, ഈ മാസമാണ് ജനിച്ചത് എന്ന്
അതെ അതെ റബീഉൽ മാസത്തിൽ ചെയ്യുന്നിട്ട് ആദ്യത്തെ മാസം ജോയിൻ ചെയ്തിട്ടില്ലല്ലേ, 2ാം മാസത്തിൽ ചെയ്തിട്ടില്ല. ഇത് ആദ്യത്തെ മാസമല്ലേ ചോദിക്കുന്നതിന് അർത്ഥമുള്ളൂ. അയൽവാസിയല്ലേ, ഞാൻ എസ് പറഞ്ഞിട്ടുമില്ലല്ലോ. കഴിഞ്ഞ റബീഉൽ നടത്തുമ്പോൾ അപ്പൊ ചോദിച്ചുവിടാനല്ല അയാൾക്ക്, അന്ന് അയാൾ അവിടെ താമസാക്കിയിട്ടുണ്ടാവില്ല എന്നൊക്കെ അല്ലേ. അങ്ങനെ കുറെ കഥകൾ നമ്മൾ കൂട്ടണ്ടേ. ഇബാറത്തുള്ള അർത്ഥം പറഞ്ഞാൽ പോരെ. അന്ന് അയാൾ അവിടെ എത്തിയിട്ടില്ല. പിന്നെ അവിടെ അന്നുണ്ടായിരുന്നത് നമ്മൾ ദിർശാദങ്ങളെ, ദിർശാദല്ല സംസാദങ്ങൾ. ഇബാറത്തിന്റെ ലാഹിറാണ് നമ്മൾ വെച്ചു പോണത്. ഷാഫി മദ്ഹബിന്റെ ഉസൂലും അങ്ങനെയാണ് ഇപ്പൊ ഈ പോയത്. അല്ലാതെ കച്ചറുണ്ടാക്കല്ല. ഫഖുൽതു ഫറഹം ബി മൗലിദ് റസൂലില്ലാഹി ലിഅന്നഹു ഉലിദ ഫി ഹാദ ശഹരി, ഈ മാസത്തിലാണ് നബി തങ്ങൾ ജനിച്ചത്. അതുകൊണ്ട് ആ സന്തോഷത്തില് ഞാൻ എന്ത് ചെയ്യാണ്, ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഒരു മൗലിദ് ഉണ്ട്. ആ മൗലിദ് നമ്മുടെ നാട്ടിൽ നടക്കാറില്ല. ഏത്? വെറും ഭക്ഷണം കൊടുക്കണ മൗലിദ്. മധുവൊന്നും ചെല്ലൂല. തങ്ങളെ പേരിൽ, തങ്ങൾ ജനിച്ച പേരിൽ വലീമ നടത്തുക സുന്നത്താണ്. യാനത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, തെർശിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വലീമത്ത് നടത്തുക. തങ്ങൾ ജനിച്ച പേരിൽ ഭക്ഷണ വിതരണം നടത്തുക. മൗലിദും റാത്തീബും ഒന്നുമില്ല. അതിന് മൗലിദ് എന്ന് പേര്, അതിന് മൗലിദ് എന്ന് പേര്. ആ മൗലിദും മൗലിദ് തന്നെയാണ്. അതിന് വലിയ കൂലിയുള്ള അമൽ തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. നബിദിനെ തൊട്ട് ഭക്ഷണം കൊടുക്കൽ നല്ല കാര്യമാണ്. അതിൽ തർക്കങ്ങളൊന്നും ഇമാമിയങ്ങൾ അടിയിലില്ല. മാലിക് മദ്ഹബിലും ഇല്ല. ഫാക്കിഹാനി മാലിക് മദ്ഹബുകാരനാ, അയാളെ മദ്ഹബിലും ഇല്ല. നബി തങ്ങളുടെ മദ്ഹ് ചെല്ലുക എന്നുള്ള മൗലിദിൽ ഒരാൾക്കും തർക്കമില്ല. നബിന്റെ മദ്ഹ് ചെല്ലാത്ത മൗലിദ് നമ്മൾ നടത്താറില്ല. നബിന്റെ മദ്ഹ് ചെല്ലുക എന്ന മൗലിദ് ഒരാൾക്കും തർക്കമില്ല എന്ന് മാത്രമല്ല, അത് ബിദ്അത്തും അല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട സുന്നത്താണ്. സ്വഹാബത്ത് ചെയ്തതാണ്, നബി ചെയ്തതാണ്, സ്വഹാബത്ത് ചെയ്താണ്, താബിയങ്ങൾ ചെയ്താണ്. നബിന്റെ മദ്ഹിന്റെ മജ്ലിസ് സംഘടിപ്പിക്കൽ മദീന പള്ളിയിലും എല്ലായിടത്തും ഉണ്ടായതാണ്. അതിൽ ബിദ്അത്തോ ഒന്നുമില്ല. അത് മസ്നൂനായ വിഷയമാണ്, മുത്തവാത്തിറായി കിട്ടിയ സംഭവമാണ്. അത് നിഷേധിച്ചാൽ മുർത്തദായി പോകാൻ സാധ്യതയുള്ളതാണ്. ആ മൗലിദാണ് നമ്മളെപ്പോഴും പറയല്. മൗലിദിനിക്ക് 3-4 സാങ്കേതിക അർത്ഥങ്ങളുണ്ട്. ഒന്ന്, നബി തങ്ങളുടെ മേലിൽ വലീമത്ത് നടത്തിയാൽ, സദ്യ നടത്തൽ, അത് റബീഉൽ അവ്വലിന് നല്ല കാര്യമാണ്. ആ മൗലിദിനെ, ആ സദ്യ നടത്തൽ തന്നെ അതിനും ഫാക്കിഹാനി എതിർത്തിട്ടില്ല. ആ സദ്യ നടത്തുന്നത് പുറത്തുനിന്ന് പിരിവ് നടത്തിയിട്ട്, ആളുകളെയൊക്കെ പിരിവ് നടത്തിയിട്ട് സദ്യ നടത്തുന്നതിനെ ഫാക്കിഹാനി എതിർത്തിട്ടുണ്ട്. ആ എതിർത്ത് അതിനെയും ഇമാം സുയൂത്തി എതിർത്തിട്ടുണ്ട്. ആരെ? ഫാക്കിഹാനിയെ. ഫാക്കിഹാനി എതിർത്ത മൗലിദ് ഏതാ? വെറും ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള മൗലിദും പിന്നെ അതിനുവേണ്ടി പിരിവ് നടത്തുക എന്നുള്ള മൗലിദ്. അത് അദ്ദേഹത്തിന്റെ ബായിസ് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഞാൻ വായിച്ചിനായി. അദ്ദേഹം പറയുന്നത്, ഈ നടത്തുന്ന പൈസ ഒരു പക്ഷേ ആരെക്കെന്തെങ്കിലും പിന്നെ എത്തിയും കുട്ടികളെ പൈസയാണ് ഈ കാരണം, അല്ലെങ്കിൽ ആരെക്കെന്തെങ്കിലും ഇഷ്ടമില്ലാതെ വാങ്ങിയ പൈസയാണ് ഈ കാരണം. അങ്ങനെ മാത്രമേ 2 പോലെ പൈസ ഉണ്ടാവുള്ളൂ. അപ്പോൾ തന്നെ പിരിവിട്ടാണ് ഉണ്ടാക്കിയ പൈസയാണ് ഈ കാര്യം. ഏതെങ്കിലും കുട്ടികളെയൊക്കെ സംഘടിപ്പിച്ച പൈസ, എത്തിയും കുട്ടികളെ ഇതാണെങ്കിൽ മഹജൂർ അലീന്റെ പൈസ ആണെങ്കിൽ അത് ഹലാലാവൂല. പിന്നെ സമ്മതമില്ലാതെ, ഇഷ്ടമില്ലാതെ നിങ്ങൾ തരണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വാങ്ങിയ പൈസയാണ് ഈ കാര്യം, അതും ഹലാലാവൂല. പിന്നെ ഇതെങ്ങനെ ഹലാലായി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മൂപ്പര് മനസ്സിലാക്കിയത് മൗലിദ് ഏതോ ഉഗാണ്ടിയിൽ നടക്കുന്ന മൗലിദാണ്, നമ്മുടെ നാട്ടിലുള്ള മൗലിദല്ല. നബിന്റെ മദ്ഹ് പറയാന്നുള്ള മാനക്കുള്ള ആ അർത്ഥത്തിനുള്ള മൗലിദ് ബാക്കി അതിനൊരു അക്ഷരം അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല എന്ന് ഞാൻ പരസ്യമായി എൻ്റെ നാട്ടിൽ നിന്ന് വെല്ലുവിളി വിളിച്ചിട്ട്, ഇതിൽ ഏതെങ്കിലും ഞങ്ങൾ നടത്തുന്ന മൗലിദ് ഈ കിതാബില് ബാക്കി അതിനെ തൊട്ട് കാണിച്ചു തന്നാൽ എൻ്റെ ചെരുപ്പ് എടുക്കാൻ ഞാൻ വരാന്ന് വരെ പറഞ്ഞിട്ട് കുന്നു കുലുങ്ങിയിട്ടും കുഞ്ഞാത്ത് കുലുങ്ങിയിട്ടില്ല, എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. അപ്പൊ എന്താ അങ്ങനെ അതിലില്ല? എന്നാ വന്ന് കണ്ടതാ, കാണിച്ചു തന്നു. ഞാൻ 3 കൊല്ലം വെല്ലുവിളിച്ചു, വെല്ലുവിളി നിർത്തിയതാണ്. ഉറക്ക വിളിച്ചിക്കണ് അർത്ഥം. ഫാക്കിയാന്റെ മേത്തേക്ക് ഇടണ്ട. ഫാക്കിയാന് വേറൊരു മൗലിദിനെയാണ് എതിർത്തത്. ഇതും അങ്ങനെ തന്നെയാണ്. ഇത് ഏത് മൗലിദാ? വലീമത്ത് നടത്ത റസൂലുള്ളാഹിന്റെ വില സുന്നത്താണ്.
وعمل مولد للنبي صلى الله عليه وسلم وقال لي ذلك ذمي അപ്പോൾ എന്നോട് ആ ദിമ്മി പറഞ്ഞു ലിമ തഫഅലു ഫി ഹാദ ഷഹരി ഈ മാസത്തിൽ എന്തിനാ ഇത് ചെയ്യണേ ദൂന വൈരി മറ്റു മാസങ്ങളിലൊന്നും ചെയ്യാതെ ഈ മാസത്തിൽ മാത്രം ചെയ്യണേ അപ്പോൾ ഞാൻ ചോദിച്ചു ഫർഹം ബി മൗലിദി റസൂലില്ലാഹി ഞാൻ പറഞ്ഞു ഞാൻ മറുപടി പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിനെ ജന്മത്തിൽ സന്തോഷിച്ചതിന് വേണ്ടിയാണ് ലിഅന്നഹു ഉലിദ ഫി ഹാദ ഷഹരി ഈ മാസത്തിലാണ് നബി തങ്ങൾ ജനിച്ചത് ഉലിദ എന്ന് പറഞ്ഞാൽ ജനിച്ചു സുക്കീമ എന്ന് പറഞ്ഞാൽ ജലദോഷമുണ്ടായി സുഴീല എന്ന് പറഞ്ഞാൽ കൊരയുണ്ടായി ജുന്ന എന്ന് പറഞ്ഞാല് ഭ്രാന്തനായി ഭ്രാന്തനാകപ്പെട്ടു നേക്കുമ്പോത്തിന് മജൂലും ടേ നേക്കുമ്പോത്തിന് മഫൂലും നേ നേക്കുമ്പോത്തിന് മഫൂലും ആവുന്നെന്ന് അറിയുമ്പോത്തിന് ആവുന്നു മൂത്തയും ആണെന്ന് പറഞ്ഞാല് പെണ്ണും ഖബറും ഇതൊന്നും ആ തത്വമൊക്കെ നിർത്തിയേക്കണം കേട്ടോ ആകുന്ന തന്നെ മൂത്ത ഇന്ത്യന്ന് പറഞ്ഞ മുലാഫില് എനിക്കൊരാൾ പറയുന്ന തത്വമാണ് അതിൻ്റെ എന്ന് പറയുന്ന ആളെ കിട്ടണ്ടേ നമ്മളെന്നെ പറയേണ്ടി വരില്ല നമുക്കെല്ലാം ഇന്ത്യന്നല്ലേ ചെറിയ കുട്ടിയാകുമ്പോൾ എനിക്ക് ഒരാൾ തത്വം പറഞ്ഞെന്നാ എന്തേ ഇന്ത്യന്ന് പറഞ്ഞാൽ മുലാഫില് ആകുന്ന തന്നെ മൂത്ത ആകുന്നു അങ്ങനെ ആക്കരുത് കഴിന്റെ പരമാവധി അങ്ങനെ ആക്കാൻ പാടില്ല ആണ് തന്നെ ഖബർ ആയാന്ന് തന്നെ സിവത്ത് അതൊരു കായികയായി കുട്ടികൾ കൂട്ടും തെറ്റാണ് ഒലിത എന്ന് പറഞ്ഞ എന്താ അർത്ഥം ജനിച്ചു സുക്കീമ ജലദോഷമുണ്ടായി മസ്കൂം ജലദോഷമുള്ള രോഗി ജലദോഷമാക്കപ്പെട്ടവൻ എന്നൊന്നല്ല സുഹൈദ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വിജയിച്ചു സൈദ പറഞ്ഞാലും വിജയിച്ചു മസ്ഊദ് പറഞ്ഞാൽ വിജയിക്കപ്പെട്ടവൻ അല്ലെ വിജയിച്ചവൻ ലഫ്ലു മജൂലാണ് മാനി ലഫ്ലു മജൂലാണ് മാന മാറൂഫ പോട്ടെ അപ്പൊ അയാളായി യഹ്സൗബി എന്നെ പരിഹസിക്കാൻ തുടങ്ങി ഇന്ന അയാള് മക്കാറാക്കാൻ തുടങ്ങി ഓ എന്റെ നബി ഓ നന്നോട് കളിയാക്കി ഫഅസ്സ അലയ്യ ദാലിക അതും എനിക്ക് വലിയ മനപ്രയാസമായി ഗൗരവമായി ഫഅസ്സ അത് ഗൗരവമായി അലയ്യ എൻ്റെ മനസ്സിൽ ദാലിക ആ ചെയ്ത പണി അയാൾ ചെയ്തത് നബീനെ പറ്റി പരിഹസിച്ച് പറഞ്ഞ് വല്ലാത്ത വേദനയായി അയാളൊരു മുസ്ലിം ആയതുകൊണ്ട് അയാളോട് ഒന്നും പറയാൻ വയ്യല്ലോ ബൈക്കായൊന്നും ഇല്ല പക്ഷെ പറഞ്ഞില്ല അതിൽ നിന്ന് ഞാൻ എൻ്റെ മനസ്സിലെത്തിച്ചു അമ്രൻ അലീമൻ വണ്ണമായൊരു കാര്യം എനിക്ക് ഭയങ്കര പ്രയാസം തീരെ പോകല്ല മനസ്സൊന്ന് നബിനെ പറ്റി ഇങ്ങനെ കേട്ടതേ നബിനെ പറ്റി എന്തൊക്കെയോ അയാൾ പറഞ്ഞു മൗലിദിനെ പറ്റി പരിഹസിച്ച് പറഞ്ഞു കേട്ടോ മനസ്സാകെ അവതാളത്തിലായി വണ്ണമായൊരു സംഗതി എൻ്റെ കൽബിൽ വന്നു അപ്പൊ ആ മാനപ്രയാസത്തോടുകൂടെ ഫലമാനിംതുഫി തിരുക്കല്ലയില മൗലിദൊക്കെ കഴിഞ്ഞ് ഭക്ഷണ വിതരണമൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രിയിൽ ഞാൻ ഉറങ്ങുമ്പോ റായിത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം ഉറക്കത്തിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആർക്കും കാണാം എല്ലാവരും കാണാം ഇമാം നബി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട് ഫത്താവയിൽ ഫത്താവ നബി സൂറ ചെറിയ ഫത്താവയിൽ ചോദിക്കുന്നുണ്ട് എന്തേ റസൂലുള്ളാഹിനെ ഉറക്കത്തിൽ കാണുമെങ്കിൽ തന്നെ ഫാസിഖീങ്ങൾ കാണോ തെറ്റ് ചെയ്തവർ കാണോ റസൂലുള്ളാഹി തങ്ങളെ എല്ലാവരും കാണും ഉറക്കത്തിൽ കാണും തെറ്റ് ചെയ്തവർക്കും കാണാൻ കഴിയും എന്ന് ഇമാം നബവിയെ ഫത്താവയിൽ പറയുന്നു ഷറഹ് മുസ്ലിമിനും പറയുന്നുണ്ട് പിന്നെ ഫഖാലലി അപ്പൊ എന്നോട് റസൂലുള്ള ചോദിച്ചു അനക്കിന്ത്യ പറ്റിയത് സങ്കടത്തിൽ കിടക്കണ് ഫഅഖ്ബർതുഹു അപ്പൊ ഞാൻ നബി തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു ബി ഖബരി എന്റെ വിവരം മാദിമ്മി ആ മുസ്ലിം സഹോദരന്റെ കൂടെ ഉണ്ടായ സംഭവം പറഞ്ഞു കൊടുത്തു അയാൾ വല്ലാതെ കളിയാക്കി മൗലിദ് നടത്തിനൊക്കെ പരിഹസിച്ച് വലിയൊരാള് നിൽക്കണ മറ്റേതാ നിൽക്കണ തന്നെയാണ് കളിയാക്കി അപ്പോ എനിക്ക് വല്ലാത്ത സങ്കടമായി നബിയെ തങ്ങളെ പറ്റി പറഞ്ഞു കേൾക്കുമ്പോ നമുക്ക് വലിയ സങ്കടല്ലേ
ഫഖാല അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു ലാ തഹസൻ ഇജ്ജ് ദുഃഖിക്കണ്ട ഫൈനഹു യഅതി ഇലൈക ഓന്റെ അടുത്ത് ഇങ്ങോട്ട് വരും ഓതൻ നാളെ ഓന്റെ അടുത്ത് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരും നാളെ എന്തൊരു സന്തോഷം ഉണ്ടാവും കേൾക്കുമ്പോൾ നമ്മൾ ചീത്തയേട്ടതല്ലല്ലോ അയാൾ നന്നാവുന്നല്ല എൻ്റെ അടുത്തേക്ക് വരും അങ്ങനെ പൊരുത്തപ്പെടിക്കാൻ വരുന്നല്ല വഹുവ മുഅ്മിനുൻ ഓൻ മുസ്ലിം ആയിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് നാളെ തന്നെ വരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത് ഈ മൗലിദിന്റെ ബർക്കത്താണ് ഈ മൗലിദിന്റെ മുഅ്ജിസത്താണ് റസൂലുള്ളാഹിന്റെ മൗലിദ് ഒരു മുഅ്ജിസത്തുള്ള മജ്ലിസാണ് അതിന് എന്തെല്ലാം ലക്ഷ്യം വെച്ച് നമ്മൾ ചെയ്യുന്നു അത് നടക്കും ഹിദായത്ത് ഉണ്ടാകാൻ വേണ്ടി മൗലിദ് നടത്തിയിട്ടുണ്ടാവും അപ്പോൾ അയാൾക്ക് ഹിദായത്ത് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ടാവും ആത്മാർത്ഥതയുടെ മോനന്റെ മൂർച്ച ചെറുതൊന്നുമല്ല ഇഖ്ലാസ് എന്ന് പറഞ്ഞ സാധനേ അത് വല്ലാത്തൊരു സാധനമാണ് അതാണ് അതിന്റെ കാരണം വെറും ഒരു പേരും പെരുമയും ആയിക്കഴിഞ്ഞാൽ ഒരു തരത്തിലായി കഴിഞ്ഞാൽ അതിന് ഫലം കുറയും മൂമിനായിക്കൊണ്ട് എൻ്റെ അടുത്ത് വരും അത് തങ്ങളെ മുഅ്ജിസത്താണ് ഈ മൗലിദിന്റെ മുഅ്ജിസത്താണ് കറാമത്താണ് ബഹുമാനമാണ് ഖാല ആ അലി ഇബ്നു സയ്യിദ് പറയാണ് ഫസ്തൈഖൽതു ഞാൻ ഉണർന്നു പെരുപെരുത്തിരിക്കുന്നു വജിദി എൻ്റെ മഹബത്ത് പെരുപെരുത്തിരിക്കുന്നു എനിക്ക് റസൂലുള്ളാഹിനോടുള്ള വജിദ് പറഞ്ഞാല് സ്നേഹം കൊണ്ട് മനസ്സിനുള്ള കരിച്ചിൽ പിടിപെടൽ അത്രയും ഇങ്ങോട്ട് മനസ്സിങ്ങോട്ട് തങ്ങളോട് വല്ലാത്ത സ്നേഹം ഓർന്ന് തങ്ങളെ കണ്ടു നാളെ എൻ്റെ അയൽവാസി മുസ്ലിമായി എൻ്റെ അടുത്തേക്ക് വരിച്ച് ബേജാറാകണ്ട എന്ന് പറഞ്ഞില്ലേ ആ ഒരു സ്ഥിതിയില് വല്ലാത്ത നബിയോടുള്ള അതിയായ അനുരാഗം കൊണ്ട് എൻ്റെ ഹൃദയം കരിഞ്ഞു പോകുന്ന അവസ്ഥയിലെത്തി പെരുപെരുത്തിയിരിക്കുന്നു വജിദ് വായന ഞാൻ അന്തളിറു പ്രതീക്ഷിക്കുകയാണ് ഇൻജാസ് വഅദി നബി തങ്ങൾ എന്നോട് കരാറ് പറഞ്ഞല്ലോ അയാൾ മുഅ്മിനായി എൻ്റെ അടുത്ത് വരുന്നുള്ള അത് പാലിക്കപ്പെടും അത് നടപ്പിലാവുന്നത് പ്രതീക്ഷിക്കുകയാണ് അയാൾ മുഅ്മിനായി വരുന്നത് കാത്തിക്കുക ഞാൻ വസുഹബുൽ മദാമി കണ്ണുനീരിന്റെ ദമ്മിന്റെ ജമ്മു മദാമി എൻ്റെ കണ്ണുനീരിന്റെ ദമ്മിന്റെ ജമ്മാക്കിയാ മതി കേട്ടോ മധുമായിൻ്റെതാക്കണമെന്നില്ല എൻ്റെ കണ്ണുനീരുകളുടെ കാർമേഘങ്ങൾ അഥവാ കാർമേഘ തുല്യമായ കണ്ണുനീര് ഖദിജറത്ത് അതിങ്ങനെ ഒലിക്കുകയാണ് അല്ല ഖദ്ദി എൻ്റെ കവിളിത്തടത്തും അങ്ങനെ തന്നെയല്ലേ റസൂലുള്ളാഹിനെ കണ്ടാ കണ്ണീര് വരൂലേ പിന്നെ ഇങ്ങനത്തെ ഒരു വായുധം കൂടി ഉണ്ടായാലും വല്ലാത്ത കണ്ണീരാണ് അല്ലാഹു റസൂലുള്ളാഹിനെ കാണാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ വൈദൻ ബിൽ ബാബ് വൈദൻ അപ്പോഴതാ ബിൽ ബാബ് എൻ്റെ വാതുക്കെ ഇത്രക്ക് മുട്ടുന്നു വാതിൽ മുട്ടുന്നു തുറക്കാന്ന് പറഞ്ഞാൽ രാത്രി ചെല്ലുക അതേപോലെ വാതിൽ മുട്ടുക അതിനൊക്കെ പറയും വാതിൽ മുട്ടണ് ആ ദിമ്മിയായ മനുഷ്യൻ പറയുന്നു ഇഫ്തഹ് വാതിൽ തുറന്നാണി ഫഖദ് സാല സ്വദാ ഖൽബി എൻ്റെ ഹൃദയത്തിന്റെ കിണാപ്പ് അതിന്റെ കറ അത് നീങ്ങിപ്പോയിരിക്കുന്നു ഈമാനിനോടെതിരായി എന്ത് കൽബിലുണ്ട് അതൊക്കെ ഹൃദയത്തിന്റെ കറകളാണ് അത് നീങ്ങിപ്പോയിരിക്കുന്നു ഇൻകാനൽ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ അത് കാന എന്തൊക്ക എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ ഫൽ ബാരിഹത്ത ഈ കഴിഞ്ഞ രാത്രി അതാണ് തൊട്ടുമുമ്പത്തെ രാത്രിക്കാണ് ബാരിഹത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞ രാത്രിയിൽ അത് കാന എന്തി എൻ്റെ അരികിൽ വന്നിരുന്നു ഇപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി ഈ ജൂതനായ മനുഷ്യന്റെ അടുത്ത് റസൂലുള്ള ചെന്നു അപ്പൊ ആർക്കും നബിയെ കാണാം ആ മുസ്ലിമിന് വരെ വർക്കത്തിൽ കാണാനായില്ലേ പിന്നല്ലേ അയാൾ മുസ്ലിമായത് അമുസ്ലിമായ ബിൽഫിയില് അമുസ്ലിമായ ഒരാൾ ആരെ കണ്ടു നബിയെ കണ്ടല്ലോ നിന്റെ അടുത്ത് മുത്തുനബി വന്ന വിവരം വന്ന പോലെ എൻ്റെ അടുത്ത് വന്നിരുന്നു അപ്പൊ ഇയാളെ അടുത്ത് വന്ന വിവരവും ഈ അലി ഇബ്നു സയ്യിദിന്റെ അടുത്ത് വന്ന വിവരവും നബി തങ്ങൾ ആരോട് പറഞ്ഞിക്കണേ ഈ മുദ്മീനോട് പറഞ്ഞിരിക്കണം അല്ലാതെ അറിയില്ലല്ലോ ഫൽ ബാരിയത്തായി കഴിഞ്ഞ രാത്രി അത് കാനന്തി എൻ്റെ അരികിൽ വന്നിരുന്നു ബഹുമാനപ്പെട്ട അലി ഇബ്നു സയ്യിദ് തങ്ങൾ പറയാണ് ഫതഹത്തു ലഹുൽ ബാബ് ഞാൻ വാതിൽ തുറന്നു കൊടുത്തു അദ്ദേഹത്തിന് ഫദഖല അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് എൻ്റെ സമ്മതപ്രകാരം കടന്നു ഓ യഖൂലു അയാൾ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് പറഞ്ഞുകൊണ്ടാണ് അയാൾ കയറിയത് ഫഖുൽതു ലഹു ഞാൻ ചോദിച്ചു
ചോദിച്ചു, മാ ഷഅനുക, എന്താണ് നിങ്ങളുടെ കാര്യം, എന്താണ് വിഷയം, എന്താണ് സംഭവം ഉണ്ടായതെന്ന് ചോദിച്ചു. കാല, ഞാൻ പറഞ്ഞു, കാല എന്നോട് പറഞ്ഞു, റായിത്തുൽ ലൈലത്ത, ഇന്നത്തെ രാത്രിയിൽ ഞാൻ കണ്ടു, റജുലൻ, ഒരു വലിയ മനുഷ്യനെ, ഒരു വലിയ ഒരു പ്രധാന മനുഷ്യനെ കണ്ടു, ഹസനൽ വജ്ഹി, മുഖം നല്ലവരായ, നല്ല മോറ്, ത്വയ്യിബ റായിഹത്തി, സ്മെല്ലൊക്കെ നല്ല സ്മെല്ല്, അലീമൽ ഹൈബത്തി, ഗാംഭീര്യത വണ്ണമായവരായ, അസജൽ ഹാജിബൈൻ, പുരുകം നീണ്ടവരായ, കട്ടി കുറഞ്ഞ് നീളുക, അതിനാണ് സജ്ജ എന്ന് പറയാം. അസജൽ ഹാജിബൈനി പറഞ്ഞാല് പുരികം നീണ്ടവർ, കുറച്ച് പുരികം ഉണ്ടായിങ്ങാണ്ട് ചിലവർക്ക് ഉണ്ടാവും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത്ര അവർ കിട്ടിയിട്ടുള്ളൂ, കിട്ടിയതായല്ലോ. തീരെ പുരികം കിട്ടാത്തവരുണ്ടാവും. ഇത് റസൂലുള്ളാഹിന്റെ പുരികം അങ്ങനെയല്ല, എങ്ങനെ നീണ്ടിട്ട് കൂർത്ത് നിൽക്കണ, കണ്ടാല് ആശ്ചര്യപ്പെടുന്ന രൂപത്തിലുള്ള പുരികമാണ്. അപ്പൊ നീണ്ടു കൂർത്തതായ എന്താണ് പുരികം, രണ്ട് പുരികവും നീണ്ടു കൂർത്തത്, നല്ല ചൊറുക്കാണ് അത് കാണാൻ. എന്നിട്ട് നീളായിട്ട് ചില പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യും, കൺമഷി ഈ കറുത്ത പെയിന്റ് കൊടുത്തുകാണ്ട് നീട്ടണ, കറുപ്പോ കൂടി കൊടുത്താണ്ട് കുറച്ച് നീട്ടിയേക്കും, പെയിന്റ് കൊണ്ട് നീട്ടുക. അങ്ങനെ പാർക്ക് വെച്ചാത്ത് ഉള്ളീന് സിന്ദാബാദ് പറയാന്നല്ലാണ്ട് എന്റെ ചങ്ങായിമാർ റസൂലുള്ളാഹിന്റെ ആവുന്നാല് അസജൽ ഹാജിബൈൻ എന്താണ് നേർത്ത് നീണ്ട ഒന്നായിട്ട് തൊപ്പറായി കാണ്ടല്ല, കാട് കെട്ടി കാണ്ടല്ല, രണ്ട് കാട് ഒന്നായിട്ട്, അതല്ല, അത് ഭംഗിയുണ്ടാവില്ല. നേർത്ത് നീണ്ട പുരികം, അസജുൽ ഹാജിബൈൻ എന്താ, രണ്ട് പുരികവും നേർത്ത് നീണ്ടതാകുന്നു. എന്താണ് നേർത്ത് നീണ്ടത്, ഒന്നുകൂടി പറയും. അങ്ങനത്തെ പുരികം, ചൊറുക്കിന്റെ അങ്ങേയറ്റത്തെ ചൊറുക്കാണത്. പിന്നെ സഹ്ലൽ ഖദ്ദൈനി, രണ്ട് കവിൾത്തടവും പിന്നെ മാംസം കുറഞ്ഞ കവിൾത്തടം ഒന്നായിട്ട് കഥകളിയിൽ വീർത്തമായിട്ട് വീർത്തുകണ. ചിലവര് കവിള് എന്തെങ്കിലും തൊള്ളി സാധനം എന്തെങ്കിലും ഇട്ടമായിട്ടുണ്ടാവും. കുറ്റം പറയല്ല, അവരുടെ കാട്ടിന് അവരങ്ങനെ പഠിച്ചത്. ഞാൻ ഓല കുറ്റം പറയല്ല, നബിനും അത് അറിയാണ്. കവിൾത്തടം സഹിലാണ് എന്ന് പറഞ്ഞാല് ഉരുണ്ട കവിൾത്തടം അല്ലാന്ന്, ഉരുണ്ടിട്ടുണ്ടാവും. ചിലർക്ക് പടി എന്തെങ്കിലും കോട്ടിലിട്ടിക്കണെന്ന് തോന്നും, അങ്ങനത്തെ കവിളുണ്ടാവും. ആ ഒരു കവിളുള്ള ആ കവിളിട്ട് അൽഹംദുലില്ലാ അവലിംഗം താട്ടുക അല്ലേ, അങ്ങനെ ഇല്ലാത്തവരുണ്ടല്ലോ. അവരെ കുറ്റം പറയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹലുൽ ഖദ്ദൈനിയാണ്, രണ്ട് കവിളും വളരെ സഹിലാണ്. സാദാ പോലെ എന്തായത് വീർക്കാത്ത കവിള്, നേർത്ത കവിള്. എന്താണ് നേർത്ത കവിള്? ഒട്ടിയ കവിളല്ല കേട്ടോ, ഒട്ടിയ കവിളല്ല, നേർത്ത കവിള്. എന്താണ് മുണ്ടിക്കണ്ടായ മാതിരി ഇങ്ങനെ കുറെ വീർത്ത് കാണ്ടാണോ? അല്ല, അങ്ങനല്ല, അത് ചൊറുക്കാണ്. അത് കവിളിന്റെ ഒരു ചൊറുക്കാണ്, മറ്റേത് പുരികത്തിന്റെ ചൊറുക്കാണ്. ഇതാ തക്കല്ലമ, അവിടുന്ന് സംസാരിച്ചാൽ ഫഅലൈഹിൽ ബഹാഉ, അവിടുന്ന് ആ സംസാര ടൈമില് വല്ലാത്ത ശോഭ തോന്നും. സംസാരിക്കുമ്പോ റസൂലുള്ളാഹിന്റെ പല്ലുകളുടെ ഇടയിൽ നിന്ന് പ്രകാശം പുറപ്പെടും പോലെ തോന്നുന്ന പ്രസംഗിക്കുന്നൊക്കെ നേരത്തെ സംസാരിച്ചാൽ വല്ലാത്തൊരു ശോഭ തോന്നും, ചുണ്ടും ചിറയൊക്കെ കൂടിയേ. വൈദാ സമത്ത, മിണ്ടാതെന്നാലോ ഫഅലൈഹിൽ വഖാറു, ഒരു കനതിപ്പാട് എന്ന് പറയില്ലേ പഴയകാലത്ത്. മിണ്ടാതെന്നാല് ഒരു ഭക്തി തോന്നും എന്ന് പറയാ, അത്ര പറയാം നമ്മൾ. ഹുലുൽ മന്തിഖി, സംസാരം മാധുര്യമുള്ള സംസാരം, എന്തോ ഒരു രസമുള്ള സംസാരിച്ചിട്ട്. ഇതാ തൊല, അവരെങ്ങാനും ഇവിടെ വന്നാൽ തഖൂലു, നീ പറയും, ഹാദൽ ബദറുൽ മുനീർ, ഇത് നിറചന്ദ്രനാണോ എന്ന് പറഞ്ഞു പോകും, ഇത് പൂർണ്ണചന്ദ്രനാണോ എന്ന് പറഞ്ഞു പോകും.
14-ാം രാവാണെന്ന് പറഞ്ഞു പോകും. ആ രൂപത്തിലുള്ള മുഖം. വൈദാ മഷ, അവിടുന്ന് നടന്നു പോയാൽ യഫൂഹുൽ മിസ്കു, കസ്തൂരി അടിച്ചു വീശും. കസ്തൂരി മണം പിടിക്കും. എന്താ തജ്ജ് പറയണേ? എങ്ങനെയാണ്? കാമിൽ നബി നടന്നു പോയാൽ കസ്തൂരി മണം പിടിക്കും. അങ്ങനെ പാട്ടില്ലേ അല്ലേ? അത് ആര് പാടിയോന്നുള്ളതല്ലേ? നല്ല പാട്ടാണ്. പാടുന്ന ആളെ കൊള്ളോക്കിട്ടല്ലേ പാട്ട് തീരുമാനിച്ചത്. പാട്ടുള്ള നോക്കിയിട്ടാണ് ആളെ തീരുമാനിച്ചത്. ഇപ്പൊ അങ്ങനെയല്ല, പാടുന്ന ആളെ കൊള്ളോക്കിട്ടാണ് തീരുമാനിച്ചത്. കിരാന്തം പാടുകയാണെങ്കിൽ നല്ല പാട്ടാണ്. കള്ളുടിയാൻ പാടുകയാണെങ്കിൽ അതിലേറെ നല്ല പാട്ടാണ്. തമ്മാടി പാടുകയാണെങ്കിൽ അതിലേറെ വിലയാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി കുറുക്കന്റെ വായിൽ കുരച്ചാലും വേണ്ടിയില്ല, അത് ഭയങ്കര രസമാണ് കേൾക്കാൻ. അതല്ല, നല്ല പാട്ട് പാടുന്നതാണ്. മുത്തുനബിന്റെ പാട്ടല്ലേ? ആര് പാടിയാലും ആളെ നോക്കാൻ പാടില്ല. ആളെ നോക്കിയിട്ടല്ലേ പാട്ട് തീരുമാനിക്കൽ. പാട്ട് നോക്കിയിട്ടാണ് ആളെ തീരുമാനിക്കൽ. കാമിൽ നബി നടന്നു പോയാൽ കാർമേഘം കുട പിടിക്കും. എന്തൊരു നല്ല പാട്ടാണ്. അൽഹംദുലില്ലാഹ്. റസൂലുള്ളാഹിനെ പറ്റി നമുക്ക് പറയാൻ കഴിയുന്നല്ലോ. റബീഉൽ അവ്വൽ കഴിഞ്ഞ് ബിലാഖിറും കഴിയാനായല്ലോ. അള്ളാഹു കബൂലാക്കട്ടെ. അങ്ങനെ പറഞ്ഞു എവിടെ എത്തിയേ? അതെ. അപ്പോ ഫവജത്തു മിൻ ദാലിക, അങ്ങനെ പോയി. അമ്പറും, അവിടുന്ന് നടന്നു പോയാൽ കസ്തൂരിയും അമ്പറും അടിച്ചു വീശും. അമ്പർ ഒരു സുഗന്ധ സാധനമാണ്. കസ്തൂരി ഒരു മാനിന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ്, ഒരു കുരുവാണ്. അത് അതിൻ്റെ ഉള്ളിലേക്ക് രക്തം പോകും. ആ രക്തം സുഗന്ധമുള്ളതായി തീരും. മനസ്സിലായില്ലേ? എന്നിട്ട് അത് ആ മാനിന്റെ ദേഹത്ത് വളർന്ന് വലുതായി അതിന്റെ ശരീരത്തിന്റെ ഭാഗത്ത് ഉണങ്ങി അതൊരു ഉണ്ടയായി മാറും. എന്നിട്ട് അതിന് ചൊറിച്ചിൽ തുടങ്ങും. അത് മൂത്താല് അപ്പൊ അത് മരത്തുമ്പോ കൊണ്ടുപോയി വരുതും. വരുത്തുമ്പോ ആ ഉണ്ട കൊഴിഞ്ഞു വീഴും. അതാണ് കസ്തൂരി അണ്ട എന്ന് പറയുന്നത്. അതിന് ഫഹറത്ത് എന്ന് അറബി പറയാം. കസ്തൂരി ഒരു ജന്തുവിന്റെ ഭക്ഷിക്കപ്പെടുന്ന ജീവിയാണെങ്കിൽ തന്നെ അതിന്റെ ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്താൽ നജസാണെന്നാണ്. ആടിന്റെ മേത്ത് ഒരു കണ്ടെടുത്തുകൊണ്ട് പൊരിച്ചു കൂട്ടാൻ പറ്റൂല. നജസാണ്. കസ്തൂരി അണ്ട ശുദ്ധിയുള്ളതാണ്. ഇല്ലൽ ഫഹറാന്ന് ഫുഖാഹ് പറഞ്ഞു. കാരണം കസ്തൂരി, അതിലുള്ള കസ്തൂരി ശുദ്ധിയുള്ളതാണെങ്കിൽ അതിനാൽ എന്ത് ലാസിമാവും? അണ്ടയും ലാസിമ ശുദ്ധിയാകണ്ട, അല്ലെങ്കിൽ നജസാവണ്ട. അതുകൊണ്ട് ഈ ഫഹറത്ത്, എന്നിട്ട് അതിൽ നിന്ന് സിറിഞ്ചി വെച്ചോ മറ്റോ അല്ലെങ്കിൽ പൊട്ടിച്ചോ മറ്റോ എടുക്കപ്പെടുന്ന സുഗന്ധത്തിനാണ് എന്ത് പറയുന്നത്? യഥാർത്ഥത്തിൽ ബ്ലഡാണ്. ആരുടെ? മാനിന്റെ ശരീരത്തിലുള്ള മൊത്തത്തിലുള്ള രക്തത്തിനൊന്നും ആ സ്മെല്ലുണ്ടാവില്ല. അതിനാണ് കസ്തൂരിമ എന്ന് പറയുന്നത്. അത് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുഅ്ജിസത്താണ്. ആദം നബി അലൈഹി ഇസ്ലാമിനെ ഭൂമിയിലേക്ക് ഇറക്കിയപ്പോൾ സിലോണിലാണ് വന്നത്. വന്നപ്പോ അല്ലാഹു തആല ഭൂമിയിലുള്ള ജീവജാലങ്ങളിൽ എല്ലാവർക്കും വിവരം കൊടുത്തു. നിങ്ങൾ ആദം നബി അലൈഹി ഇസ്ലാമിനെ പോയി കാണണം. ഞാൻ ആദ്യം ഓടിയെത്തിയത് മാനായിരുന്നു. ഈ മാന്, നമ്മളിപ്പോ ഈ പറഞ്ഞ മേനല്ല, മേനില്ലല്ലോ. ആകെ 2 മേനല്ലോ അല്ലേ? ഒന്ന് ആമിനബിയല്ലേ, ഒന്ന് അവ്വാബിയും ആദം നബി. ഈ ആദം നബിനെ ആശ്വാസപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിന്റെ സഫിയല്ല ആദം നബി. കുറ്റം ചെയ്തിട്ടൊന്നുമല്ല സ്വർഗത്തുനിന്ന് പോകുന്നത്. ഒരു കുറ്റം ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ പോരേണ്ടി വന്നപ്പോ പോകുന്നതാണ്. കുറ്റം ചെയ്ത് മാത്രമല്ല പോരേണ്ടി വരിക. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന റൂം കിടന്നാൽ പോരേണ്ടി വരില്ല. കുറ്റം ചെയ്തിട്ടായിക്കോളന്നില്ല പോരുന്നത്. അള്ളാഹുവിന് വലിയ സ്വഭാവമുള്ള, അള്ളാഹിനോട് വലിയ സ്വഭാവമുള്ള ആളാണ് ആര്? ആദം നബി അലൈഹി സ്വലാം. ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഒരു കറാത്ത് പോലും ചെയ്തിട്ടില്ല. അത് വിശദമായി സംസാരിക്കേണ്ടതാണ്. ഖുർആനും ഒക്കെ ഹദീസൊക്കെ വെച്ചുകൊണ്ട് തന്നെ സംസാരിക്കാൻ ഒരു പ്രശ്നവുമില്ല. പക്ഷേ കൽബ് കറുത്ത ആളുകളുടെ മുമ്പിൽ പറയുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളൂ.
അമ്പിയാക്കന്മാരുടെ മർത്തബയെ ആദ്യം മനസ്സിലാക്കണം, എന്നിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ അരികിലേക്ക് ആദ്യമായി ഓടിയെത്തിയത് ആരാണ്? ഈ മാനായിരുന്നു. ഈ മാനിന് അന്ന് കസ്തൂരി കഴിവൊന്നുമില്ല. അപ്പൊ ജന്തുക്കളുടെ സംസാരങ്ങളൊക്കെ അറിയാലോ ആർക്ക്? ആദം നബിക്ക്. അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ യാനി ബിൽ ലുഗാത്തി കുല്ലിഹ, എല്ലാ ഭാഷ അറിയാം ആർക്ക്? ആദം നബി അലൈഹി ഇസ്ലാമിന്. ഈ മാന് സംസാരിച്ചു. അപ്പൊ ഒരു മാനു എന്ന പേരിൽ ആ മാനിനോട് സന്തോഷം തോന്നിയതുകൊണ്ട് അവിടുത്തെ തൃക്കൈ കൊണ്ട് മാനിനെ എന്തെങ്കിലും പ്രത്യേകത കിട്ടാൻ വേണ്ടി തടകി കൊടുത്തു. ആ പ്രത്യേകതയാണ് മാനിൽ എന്തുണ്ടായത്? ആ മാനിന്റെ പരമ്പരയിൽ ഉണ്ടായതാണേത്? കസ്തൂരി. അങ്ങനെയാണ് ഷറഫുൽ മുസ്തഫ എന്ന കിതാബിൽ പറയുന്നത്. വലിയ ഇമാമ എഴുതിയ കിതാബാണ്. ഇവിടെ എന്റെ കിതാബ് 4 വാള്യമുള്ള വലിയ കിതാബാണ്. ഈ ഷറഫുൽ മുസ്തഫ എന്നുള്ള കിതാബ് അത് ഷിഫാ ലിൽ ഖാലിയാലാണെന്ന് ഒരു മൂല്യർ എഴുതിച്ചിട്ട്. ഖാലിയാലിന്റെ ഷിഫ അല്ലേ നമ്മളിവിടെ ഓതിയ? ആ ഓതിയെന്ന് ഓതാൻ തുടങ്ങിയ ആ കിതാബാണ് ഏത്? ഷറഫുൽ മുസ്തഫ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ കണ്ടു. അത് അയാൾക്ക് എന്ത് കുടുങ്ങിയാണോ? നീ ഷിഫ മങ്കൂസ് മൗലൂദാന്ന് എഴുതാൻ ഞാൻ മതിയായിരുന്നു. ഷറഫുൽ മുസ്തഫ വേറൊരു കിതാബാണ്. അത് റസൂലുള്ളാഹിന്റെ മദ്ഹിൽ മാത്രം രചിക്കപ്പെട്ട ഒരു കിതാബാണ്. 4 വാള്യുണ്ട്. ഇപ്പത്തെ അടിയിൽ വലിയ റഹ്മത്തായ വാള്യങ്ങൾ. അതിലുണ്ടാ ചരിത്രം കേട്ടോ. മഖ്ദൂം തങ്ങൾ ബാബ, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ബാബ, ചെറിയ മഖ്ദൂം ബാബ ഇർഷാദിലേക്ക് ഉദ്ധരിച്ചിട്ടുണ്ട് ആ ചരിത്രം. സ്വലാത്തിന്റെ ബാബിലാണെന്ന് എൻ്റെ ഓർമ്മ. സഹീലുൽ ഖദ്ദൈൻ ഇദാ തകല്ലമ, അതാ ഇദാ ആദൽ ബദറുൽ മുനീർ വൈദാ മശാ യഫൂ മിനുൽ മിസ്കു. കസ്തൂരി. കസ്തൂരി മനസ്സിലായില്ലേ? ഒരു ചെടിയുണ്ട് കസ്തൂരി. ഉണ്ട് അതല്ലത് കസ്തൂരി. മാനിന്റെ മേത്തുനിന്ന് എടുക്കണ, മേത്തുനിന്ന് കൊഴിഞ്ഞു വീഴുന്ന ഒരു സാധനമാണേത്? കസ്തൂരി. ഭയങ്കര വിലയാണ്. ഇപ്പൊ അത് സുഗന്ധമായി ഉപയോഗിക്കാറില്ല രാജാക്കന്മാരില്ലാതെ. ഇപ്പൊ അത് മരുന്നിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. 1000കണക്കിന് ഉറുപ്പിയാവും അത് ഒരു മില്ലിന് തന്നെ. അമ്പറു വേറെ സുഗന്ധാണ്. ഇൻഷാ അല്ലാഹ് അമ്പറിനെ പറ്റി നാളെ നമുക്ക് പറയാം.